വലിയൊരു ചാക്കും പിന്നെ നമ്മൾ ഈ വലിച്ചെറിയുന്ന കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വെർട്ടിക്കൽ ഗാർഡൻ, അതും പച്ചക്കറികൾ നടാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പറായിട്ടൊരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കാം കേട്ടോ. ഈ ചാക്ക് കാണുമ്പോൾ പുതപ്പ് പോലൊക്കെ തോന്നും, അത് സ്വാഭാവികം. പിന്നെ നമ്മളിതാ കാബേജാണ് നടാൻ പോകുന്നത് ഇന്ന്. ഞാൻ നമ്മുടെ ക്യാന് കട്ട് ചെയ്തിട്ട് അതിൽ കാബേജിൻ്റെ വിത്ത് ഇട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാബേജ് വിത്തിട്ടാൽ മുളക്കൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല പാവിയത്. പക്ഷേ പാവിയിട്ടുണ്ടായിരുന്ന മണ്ണ് നല്ല അടിപൊളി മണ്ണായിരുന്നു, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് 0 കോസ്റ്റിലാണ് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാക്ക് നിറയെ നമ്മുടെ റോട്ടിൽ നിന്ന് പറിച്ച പുല്ലാണ് കേട്ടോ. അത് നമ്മുടെ എന്താ പറയുക, തൊഴിലുറപ്പുകാരില്ലേ, അവർ കുറേ പുല്ല് പറിക്കുന്നുണ്ടായിരുന്നു, റോഡ് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ അവരോട് അവർക്ക് 2 ചാക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ആ പുല്ലൊക്കെ ഇതിൽ കിട്ടോ, എന്നിട്ട് അതെനിക്ക് വീട്ടിൽ കൊടുന്നിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ കൂടി, ചേച്ചിമാരല്ല കേട്ടോ, താത്താമാരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു കേട്ടോ അവരൊക്കെ, ഹിന്ദുക്കളും ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ അവർ കുറേ ചാക്കിൽ ഇതുപോലെ നിറച്ചിട്ട്, ഇപ്പോൾ എന്നാൽ ചാക്ക് കുറേ എടുത്തോ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ ചാക്കിൽ ഇതുപോലെ അവിടെയുള്ള പുല്ലൊക്കെ പറിച്ചിട്ട് അതിലാക്കി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട്, ആ ചാക്ക് നന്നായിട്ട് കുറച്ചും കൂടി പുല്ലൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ടൈറ്റാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഭാഗം ഇങ്ങനെ തുന്നിക്കെട്ടണം. അതിന് എളുപ്പ വഴിയുണ്ട്, സൂചി നൂലൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള ഈ കയറ് കണ്ടില്ലേ, ഈ കയറ് എന്ന് പറഞ്ഞാൽ കടയിൽ പഴക്കൊല തൂക്കിയിടുന്ന കയറാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ആ കൊലയും അതിൻ്റെ ഒപ്പമുള്ള ഈ കയറും എനിക്ക് തരും. അങ്ങനെ ഈ കയറ് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഈ കയറ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ പച്ചക്കറി നമ്മുടെ തോട്ടത്തിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ആ കയറുകൊണ്ടാണ് ഞാൻ ഇത് തുന്നിക്കെട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാക്കിന് ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മളിതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് നന്നായിട്ട് തുന്നിയെടുക്കാം. ഇതുപോലെ തുന്നിയെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കയറിൻ്റെ മതിയാകും, 2 കയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പഴക്ക തൂക്കിയിടുന്ന ഒരു കയറ് മതി. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മുടെ മെഹദ് വന്നിട്ടുണ്ട്. മെഹദാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടത്. ടെറസിലിൻ്റെ കൂടെ എൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും കേട്ടോ അവൻ. അപ്പോൾ അവന് 2 ദിവസത്തെ ലീവ് കിട്ടിയത്, അപ്പോൾ വന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ, നമ്മുടെ ചാക്കൊക്കെ സെറ്റാക്കി പുല്ലൊക്കെ നിറച്ച് തുന്നിക്കെട്ടി ഇനി നമുക്ക് ഇതിന് ഹോൾസ് ഇടണം. നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് നല്ല ടൈറ്റൊന്നുമില്ല കേട്ടോ, എന്നാൽ കുറച്ച് ലൂസാണ്, എന്നാൽ കുഴപ്പമില്ല. പിന്നെ നമുക്കിതിന് ഹോൾസ് ഉണ്ടാക്കണം. നമുക്ക് എത്ര തൈകൾ നടണം അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു 8 ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് അങ്ങനെ ഇട്ട് വെച്ച്, എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലസ് പോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഹോൾസ് കത്രിക വെച്ചിട്ട് അല്ല കത്തി വെച്ചിട്ടോ അങ്ങനെ പ്ലസ് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം. ഒരു പ്ലാസ്റ്റിക് കുപ്പിയല്ല, 4 പ്ലാസ്റ്റിക് കുപ്പി ഇതിന് വേണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിവശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്യാൻ സുഖമാണ്, കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിവശം ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിനെ നടു കട്ട് ചെയ്യണം. അതിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 2 തൈകൾ നടാനുള്ള രീതിയിലാണ് ഒരു കുപ്പിയിൽ 2 തൈകൾ നടാം, അങ്ങനെ കിട്ടും. അപ്പോൾ ഇതുപോലെ നടുഭാഗം കട്ട് ചെയ്തിട്ട് ഒരു കുപ്പി 2 പീസാക്കി 3 പീസാക്കിയിട്ടുണ്ട് നമ്മൾ. ഭാഗം കട്ട് ചെയ്തു, അതുപോലെ പിന്നെ നടുഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഈ 2 പീസ് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. 2 പീസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിയിൽ 1 പീസ്, ഒരു കുപ്പിയുടെ ഭാഗം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാ കുപ്പികളും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മൾ നേരത്തെ ഹോൾ ഇട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഹോൾസ് നല്ല വലുതാവരുത്, ഈ കുപ്പി ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ള അത്രയും വലിപ്പം മതിയിട്ടാ. നമ്മൾ ആ പ്ലസ് ഇട്ട് കൊടുത്തത് ഈ കുപ്പി ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ അത്രയും ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ, പ്ലസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ടൊരു ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 8
കുപ്പികളും ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വായ ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ, അതും ജസ്റ്റ് ഒന്നൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചാക്കിന് ഹോൾസ് ഉണ്ടാക്കിയിട്ട് നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ തൈകൾ നടാനല്ല, അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രത്തിനാണ് ആ ചാക്ക് എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഇനി അതിലേക്ക് നിറക്കാൻ പോകുന്നത് നല്ല മണ്ണിട്ട ചുമന്ന മണ്ണാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ഥലമൊന്നുമില്ലല്ലോ പിന്നെ എവിടെ നിന്നാണ് മണ്ണ് കിട്ടണമെന്ന്. അപ്പോൾ ഈ മണ്ണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വണ്ടി വരണതിൻ്റെ ഒപ്പം വണ്ടിയിൽ ഒരു ചാക്ക് മണ്ണും കൂടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചുമന്ന മണ്ണാണ് ഞങ്ങളുടെ നാട്ടിലെ മണ്ണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മണ്ണ് കറുത്ത മണ്ണും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കടലയുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ കമ്പോസ്റ്റാണ് ഞാൻ ഈ മണ്ണിനെ കൂടെ ചേർത്തേക്കുന്നിട്ട. പിന്നെ നമ്മുടെ ചകിരിയും കൂടിയിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ച് ഇനി നമുക്ക് നമ്മുടെ ഓരോ തൈകൾ പറിച്ചിട്ട് അതിൽ നടാം. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ചാനലുണ്ട് റുക്കിയാസ് വേൾഡ്. അപ്പോൾ അതിലെ ഉമ്മ വിത്തുകൾ മുളപ്പിക്കുന്നത് പ്ലാവിലയിലാണ്. അപ്പോൾ എനിക്കിവിടെ പ്ലാവില്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പ്ലാവ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പോൾ ആ പ്ലാവൊക്കെ വെട്ടി. അപ്പോൾ നമുക്ക് പ്ലാവില്ല, മാവുണ്ട്. മാവിലയിൽ പിന്നെ നമുക്ക് വിത്ത് മുളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ഐഡിയ ചെയ്യുന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ ഇറക്കി വെച്ചിട്ട് അതിൽ നമ്മുടെ തൈകൾ ഇതുപോലെ ഇറക്കി വെക്കാമെന്നുള്ളൊരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇത് പുതിയ ഐഡിയ ഒന്നും അല്ല കേട്ടോ, ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എനിക്കിങ്ങനെ തോന്നി ചെയ്യാൻ. അപ്പം ഞാനിതിങ്ങനെ ചെയ്യട്ടെ. അപ്പം ഞാൻ തൈകൾ നടന്നേട്ടി മുന്നേ ഒന്നിങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മണ്ണിടണതിൻ്റെ ഒപ്പം ഈ ചാക്കിൻ്റെ മുകളിലേക്കൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മൾ ഇത് തൈ നടാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ ഒരു 6:30 മണി ഉണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ മണ്ണൊക്കെ അതിലേക്ക് കോരിയിട്ടപ്പോൾ ആ ചാക്കിൻ്റെ പുറത്തൊക്കെ ആയിട്ട്, അപ്പോൾ അതാണ് ഞാൻ അടിച്ച് വെള്ളം ചീറ്റിച്ച് കളഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഈ തൈകൾ നനച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ, അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓരോ തൈകൾ നട്ടു കൊടുക്കാം. ഇനി ഇത് ഞാൻ ആദ്യമായിട്ടാണ് ക്യാബേജ് കൃഷി ചെയ്യാൻ പോണത്. വിത്ത് പാകിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ് മുളച്ച് വന്നപ്പോൾ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി എന്തിൽ നടുമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് റുക്കിയാസ് വേൾഡിലെ ഒരു വീഡിയോ കണ്ടിട്ട് അത് ബീട്രൂട്ട് നടന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്ന അതേപോലെ എൻ്റെ ക്യാബേജ് നട്ടാൽ എങ്ങനെ ഉണ്ട് എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ചാക്കും കൂടി ഉണ്ട്. ചാക്കിൽ ഇനിയും പുല്ല് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ തൊഴിലുറപ്പിൽ തന്ന ചാക്കുകളിൽ പുല്ലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള തൈകളും കൂടി ഇങ്ങനെ നടണം. അപ്പോൾ വീഡിയോ എത്ര ഉള്ളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ പറയണോട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞോട്ടാ. അപ്പോൾ ലൈക്കും ഹൈപ്പും ഒക്കെ തന്നേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനലൊന്ന് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്